ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കണേ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം ചേട്ടനും അനിയനും അച്ഛനും ഒക്കെ നല്ല ഉറക്ക. 10 മണിയായിട്ടും ഇവർ എണീക്കണ യാതൊരു ലക്ഷണവും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ നൈസായിട്ട് പോയി. അമ്മ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇടിയപ്പവും അതിൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറി, അതെന്ന് വെച്ചാൽ കഴിച്ചാൽ ശരിക്കും ചിക്കൻ കറി പോലെ തോന്നും. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അമ്മയുടെ ഈ കറിയും ഇതും നൂലപ്പവും കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവരിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നൈസായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, ചായ എടുത്തു. അങ്ങനെ പതുക്കെ ഇരുന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. നമുക്ക് ഒരുമിച്ചൊന്ന് കഴിച്ചാലോ? അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ചെറുതും അച്ഛനും എണീറ്റു. അവർ കുറേ ഉടനെ തന്നെ കുറേ എക്സസൈസ് പോലെ കളികളും ഒക്കെ ആയിട്ടിരുന്നു. മൂത്തവനെ കുറേ കുത്തിപ്പൊക്കാൻ നോക്കി, അവൻ അപ്പോഴും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞായറാഴ്ചകൾ അവൻ അച്ഛൻ വീട്ടിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ അച്ഛൻ്റെ മേത്ത് ഇതുപോലെ കയറി നിൽക്കാനും ഞാൻ സമ്മതിക്കാറില്ല. എനിക്ക് അങ്ങനെ ബാലൻസ് കിട്ടാറില്ല. എൻ്റെ അടുത്ത് അവൻ വരാറുമില്ല. ചേട്ടൻ്റെ അടുത്തും അധികം കുറച്ച് കുറവാണ്. പക്ഷേ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. അവൻ ഇങ്ങനെ ചാടി കയറി മേത്ത് വീഴും, ഉരുണ്ട് വീഴും, വീണ്ടും കയറും. ഈ വക കലാപരിപാടികളാണ്. പല്ലേക്ക നമുക്ക് ബാ. അങ്ങനെ ഞാൻ വേഗം ചെറുതിനെ പല്ലൊക്കെ തേപ്പിച്ചു. അവന് നൂലപ്പം കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം. വേറെ കറികളോ ഒന്നും വേണ്ടി വരാറില്ല. അവൻ ചിലപ്പോൾ 2 നൂലപ്പം 3 നൂലപ്പമൊക്കെ നല്ല രീതിയിലാണെങ്കിൽ അവനിരുന്ന് കഴിച്ചോളും. അപ്പോൾ അന്നും അതെ, ഇവന് വേണ്ടി കുഞ്ഞു നൂലപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവിടെ നിന്ന് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നൂഡിൽസ് ആണെന്ന് പറഞ്ഞ് കൊടുത്താൽ അവിടെ നിന്ന് തിന്നോളൂ ആൾ. ഉമ്പ വേണ? ഉമ്പ് എടുക്കട്ടെ അമ്മ, ചൂടുമ്പോൾ കൊണ്ടുവരാട്ടാ. നൂലപ്പം ആൾക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അവനിങ്ങനെ കിള്ളി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കഴിച്ചോളും. വേറെ കറികളോ ഒന്നും വേണമെന്നില്ല. കഴിക്കിട്ടാ. ഇപ്പോൾ ഉമ്പാച്ചി കൊണ്ടുവരാം. എടുക്കാൻ ഇച്ചിരി തന്നെ മിടുക്കാൻ. അമ്മന് പൊക്ക് ഇനി ഒരു പിടി. ഓച്ചോ ഇന്നിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് പ്രോൺസ് ഫ്രൈയും സലാഡും ചോറും പപ്പടവും ക്യാരറ്റും അച്ചിങ്ങയും ഇട്ടുള്ള മെഴുക്ക് വരട്ടിയും പിന്നെ ഇത് കടച്ചക്കയും ചെമ്മീനും ഇട്ട ഒരു മസാലക്കറിയാണ്. സൂപ്പർ കറിയാണ്, വറുത്തരച്ച് വെക്കണ കറിയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ കാരണം അവന് വേഗം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആളവിടെ അവൻ്റെതായ ലോകത്തായിരുന്നു. കളിയും ചിരിയും ഓട്ടവും ചാട്ടവും വീഴ്ചയും കാറോടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് ചേട്ടനൊരു കോള് വന്നു. ചേട്ടന് സൈറ്റിലേക്ക് പോകേണ്ടി വന്നു. ചേട്ടനപ്പോൾ സൈറ്റിൽ വന്ന് പോണ കാരണം ഞങ്ങൾ ആകെ എന്ത് പറയും ഇവൻ്റെ അടുത്ത്. ഒരുക്കി പിടിച്ച് നിൽക്കുകയാണല്ലോ. എന്നാലും ഞങ്ങൾ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ ഇങ്ങനെ ഇരുത്തി.
ചേട്ടൻ കുറച്ച് അവനെ താലോലിച്ചും കാറിലൊക്കെ ഒന്ന് ഇരുത്തിയും ഒക്കെ ആൾ പോയി. അപ്പോഴേക്കും ആൾ കുറേ നേരമൊക്കെ ഞാൻ പറഞ്ഞു അച്ഛനിപ്പോൾ വരും. അച്ഛൻ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ അവന് കൂളിംഗ് ഗ്ലാസും വീട്ടിലോടിക്കണ സൈക്കിളിൻ്റെ ഹെൽമെറ്റ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തു. അവന് കണ്ണാടിന് മുമ്പിൽ അതിൻ്റെ മുമ്പിൽ കുറേ നേരം ഇങ്ങനെ നിന്നോളും. ഇങ്ങനെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഹെൽമെറ്റ് ഊരിയൊക്കെ കളിക്കാനും അതിൻ്റെ മുമ്പിൽ പവർ കാട്ടിയൊക്കെ നിൽക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പറാ വാവ് എന്ന് പറഞ്ഞേ. കളിയും ചിരിയൊക്കെ അയക്കുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ബജ്ജികളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവന് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. പത്തിരി കൊടുത്തെങ്കിലും ആളെടുത്തത് അന്ന് പരിപ്പുടയാണ്. പരിപ്പുടയ്ക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായ കാരണം ക്രിസ്പി ആയിരുന്നു. അവനിങ്ങനെ ക്രിസ്പിയുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് നൈസായിട്ട് എടുത്തിട്ട് നല്ലപോലെ എരിവുണ്ടെങ്കിലും അത് മുഴുവൻ നടന്നും കളിച്ചും ഒക്കെ കഴിച്ചു. അവിടെ ഇരുന്ന് കഴിക്കും. ആ എരിയും ഇരിക്കും. എങ്ങനെയാണ് പരിപ്പുട കഴിക്കുക നോക്കട്ടെ. പരിപ്പുട കൊതിച്ച് കളയരുതട്ടാ, കളയാണ്ട് തിന്നെ. കഴിച്ചോ. കടിക്ക്. ഓ കുരു വന്നാ കൊതു കടിച്ച പാവന. ശരിയില്ല, ഇവിടെ കുറെ കൊതുകുണ്ട് അല്ലേ. ചെടികളൊക്കെ ഉള്ളായിരുന്നു. ഹോണടിക്ക്, വണ്ടി മാത്രം ഓടിച്ചാ പോരാ. ഹോണച്ച് ഇതിനേനും വലിയ ചെരുപ്പ് കിട്ടിയില്ലേ മോനെ? വെള്ളപ്പൊക്കുണ്ടാ തുഴഞ്ഞു വരാൻ? വാ, കൊതുക് പൊക്കിക്കൊണ്ടോ എന്റെ പൊന്നുന. ഇങ്ങോട്ട് വടി. വാ വാ, പോണ്ടേ നമുക്ക്? ചാറ്റ പോണ്ടേ? അച്ഛനിപ്പോൾ വരും എന്നും പറഞ്ഞ് കൊച്ചിനെ പറ്റിച്ചിട്ട് അച്ഛൻ ഒട്ടും വന്നുമില്ല. കൊച്ചിൻ്റെ ആണെങ്കിൽ ആകെ ക്ഷമ വിട്ടും പോയി. അപ്പോൾ പിന്നെ അവൻ ആകെ വാശിയും അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ബബേന്ന് വിളിച്ചേ, ബബേന്ന് വിളിക്കേ, ബബേന്ന് വിളിച്ചേ. ബബ വിളി കേട്ടില്ലേ? ബബാ, ടുട്ടുന്റെ ബബാ. ടുട്ടു എന്താണ് തിന്നനെ? പരിപ്പുട കഴിച്ചിട്ട് കുറച്ച് എരിവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ മേലൊക്കെ കഴുകി കൊടുത്ത്. ഇഷ്ടായ എരി ഉണ്ടായിരുന്ന വാവയ്ക്ക്? ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആള് കേക്ക് വേണമെന്നും പറഞ്ഞിട്ടൊരു ഇത് വന്നു. പക്ഷേ കേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോട്ടി ചോക്കിപ്പൈ ഉണ്ട്, അത് കേക്കാണെന്നും പറഞ്ഞ് നൈസായിട്ട് പറ്റിച്ചു കൊടുത്തു. വേണോ? അമ്മ തരും. അത് ശരി. കേക്കല്ലേ? കേക്ക് കൊതിയല്ലോ ടുട്ടു. ചോക്ലേറ്റ് കേക്ക് അല്ലേ? അത് കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോഴേക്കും ഒരുവിധം രാത്രിയായി എറണാകുളത്തുനിന്ന്. പിന്നെ അച്ഛൻ്റെ കൂടെ അച്ഛൻ വന്നതിൻ്റെ സന്തോഷം, അച്ഛൻ്റെ കൂടെ പാട്ടൊക്കെ കേട്ടും ചിരിച്ചും കളിച്ചും കുറേ നേരമൊക്കെ ഇരുന്നു. പക്ഷേ ഉറങ്ങാനൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ നേരമായപ്പോഴോ ജസ്റ്റ് ഒന്ന് എനിറ്റൊക്കെ വന്നുള്ളൂ. എപ്പോഴും അതെ, ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ലേറ്റാവും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും പൊതുവെ ലേറ്റാവും. ഞായറാഴ്ച എന്നാലും ഞാൻ പരമാവധി പിടിച്ച് കിടത്തി ഉറക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മൂത്ത മോന് സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ ഇതൊക്കെ കിടത്തി ഉറക്കി. അപ്പോൾ ഇത് ഒരു കുഞ്ഞി സൺഡേ വ്ളോഗായിരുന്നു.
റൂം കൊടുത്തേ അച്ഛൻ്റെ റൂം കൊടുത്തേടാ കണ്ണി കുത്തലടക്കാം ലൈറ്റ് ഇട്ടിട്ടു ലൈറ്റ് ഇട്ടിട്ട് സ്റ്റേജ് അവിടെ അതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു